തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 1 തിമോഥെയോസ് 6-ാം അധ്യായം 20-21 വാക്യം. അല്ലയോ തിമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഈ പാരഗ്രാഫ് മുഴുവൻ വായിക്കേണ്ടതാണ്, എന്നാൽ സമയലാഭത്തിന് വേണ്ടി അത്രയും വായിച്ചില്ല എന്നേ ഉള്ളൂ. ഉപനിധി എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്താണ് ഉപനിധി? തെറ്റിപ്പോയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ പലരും ഉപദേശപരമായും മറ്റു പല നിലകളിലും തെറ്റിപ്പോകുന്നുണ്ട്. അതെന്താണെന്നൊരു ഊന്നൽ കൊടുത്തൊന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ ഉപനിധി എന്താണെന്ന് പറയുമ്പോൾ ഇതിന് കുറെ കൂടെ വ്യക്തത വരും. ഇവിടെ ആ ജ്ഞാനം ചിലർ സ്വീകരിച്ചു, വിശ്വാസം വിട്ടു തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനം ഏതാണെന്ന് നോക്കേണ്ടി വരും. ഈ തെറ്റിപ്പോവുക എന്ന് പറയുന്നത് ശരിക്ക് പാപം എന്നുള്ള വാക്ക് ഈ വാക്കാണ്. ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ അറിയാം. ഹമാർഷ്യ അല്ലെങ്കിൽ ഹമാർട്ടിയ എന്നും പറയും. പാപം എന്നതിൻ്റെ വാക്കാണ് ഹമാർഷ്യ. പാപം എന്നുള്ളതിന് അതിൻ്റെ അർത്ഥം തെറ്റിപ്പോവുക എന്നുള്ളതാണ്. നമ്മൾ പാപം എന്ന വാക്ക് ചിന്തിക്കുമ്പോൾ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരൊറ്റ അർത്ഥം പറയുകയാണെങ്കിൽ തെറ്റിപ്പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലക്ഷ്യം തെറ്റുക. അപ്പൊ ഇവിടെ ഏത് ജ്ഞാനമാണ് അവർ സ്വീകരിച്ചത്? 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്ന ഒരു ജ്ഞാനം. ആ ജ്ഞാനം എന്താണെന്ന് നമുക്ക് ആവശ്യത്തിന് സമയമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. ഈ ജ്ഞാനത്തിന് ഉദാഹരണങ്ങൾ കാണിക്കാം. ജ്ഞാനമെന്ന് വ്യാജമായി പറയുന്നതാണ്. അത് ജ്ഞാനമല്ല. ജ്ഞാനമാണെന്ന് തോന്നുന്നതാണ്, അത് ജ്ഞാനമല്ല. മാത്രമല്ല അത് ഭക്തിവിരുദ്ധമായ ലാഭമല്ല, ലാഭമാണെന്ന് തോന്നിപ്പിക്കുന്നതാണ്. ഒരു മായക്കാഴ്ചയാണ്. ദൈവജനത്തെ തെറ്റിക്കുന്ന ഒരു മായക്കാഴ്ചയാണ്. വ്യാജമാണ്. ജ്ഞാനമെന്നാണ് തോന്നിപ്പിക്കുക, പക്ഷെ വ്യാജമാണ്. ലാഭമാണെന്നാണ് തോന്നിപ്പിക്കുക, പക്ഷെ ലാഭമല്ല, നഷ്ടമാണ്. തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ഈ പുസ്തകം പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ ആജ്ഞാപിക്കുകയും ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്ന് പറയും. ആ പറയുന്ന കാര്യങ്ങളിൽ നീ ഇത് ആജ്ഞാപിക്കുന്നുണ്ടെങ്കിൽ നീ എന്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ആളുകളോട് പറയുന്നോ അതിൽ നിന്ന് നീയും ഒഴിഞ്ഞു നിൽക്കുക. പ്രാഗൽഭ്യത്തിൻ്റെ വിഷയമാണത്. വചനം ശുശ്രൂഷിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട പ്രാഗൽഭ്യത്തിൻ്റെ വിഷയമാണ്. ആജ്ഞാപിക്കുകയും ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. അങ്ങനെ പല വാക്കുകൾ ഈ ലേഖനത്തിൽ ഉണ്ട്
2 തിമോഥെയോസിലും ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് തർക്കസൂത്രം അതിനെ ഒഴിഞ്ഞു നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ ജ്ഞാനം ചിലർ സ്വീകരിച്ചു. തർക്കത്തിൻ്റെ, വാദത്തിൻ്റെ, മത്സരത്തിൻ്റെ, അർത്ഥമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ. അത് ജ്ഞാനമല്ല, വ്യാജമാണ്, വ്യാജജ്ഞാനമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, മാനുഷജ്ഞാനമല്ല, അങ്ങനൊരു വാക്കുണ്ട്, ജഡജ്ഞാനമല്ല. അപ്പോൾ അങ്ങനെ പല ജ്ഞാനങ്ങളുണ്ട്, അത് ഞാൻ പിന്നാലെ വിശദീകരിക്കാം. അപ്പൊ ജ്ഞാനമെന്ന് വിചാരിക്കുന്നതെല്ലാം ജ്ഞാനമല്ല. ബുദ്ധി എന്ന് വിചാരിക്കുന്ന അവൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് നമ്മൾ പറയാറ്, അതെല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ള ബുദ്ധിയല്ല. അപ്പൊ അതുകൊണ്ട് ഈ തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞു നിൽക്കുക. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? 6-ാം അധ്യായം തന്നെ അതിൻ്റെ 4-ാം വാക്യം നോക്കിയേ. 4-ാം വാക്യം, 6:4. ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അപ്പോൾ ഈ തർക്കത്തിൻ്റെ, വാഗ്വാദത്തിൻ്റെ ഈ ജ്ഞാനം എന്താണെന്നറിയാമോ? അവിടെ പറയുന്നുണ്ട് ഇതെന്താ? ഭ്രാന്താണെന്നാണ്. ഇതൊരു തരം ഭ്രാന്ത്. ഏതാ? ആവശ്യമില്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്ന ഭ്രാന്ത്. ശരിയായ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ശരിയായ ജ്ഞാനത്തിലല്ല ആ വ്യക്തി പോകുന്നത്, മറ്റെന്തിൻ്റെയോ പിന്നാലെ പോകുന്നു. ആവശ്യമില്ലാത്തതിന് സദൃശവാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പഴഞ്ചൊല്ലൊക്കെ പലതും ബൈബിളിലുള്ളതാ. യഥാ മാതാ തഥാ പുത്രി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ബൈബിളിലുള്ള പഴഞ്ചൊല്ല, എസെക്കിയേൽ പ്രവചനത്തിലുള്ളതാ. വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുക, ബൈബിളിലുള്ളതാ. അത് നമുക്കറിയില്ല, നമുക്ക് പഴഞ്ചൊല്ല അറിയാം. അപ്പൊ ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. നമുക്ക് ആവശ്യമായ എല്ലാ ജ്ഞാനവും ഉണ്ട്. വിതച്ചത് തന്നെ കൊയ്യും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ പറയും. എവിടെയുള്ളതാ? ബൈബിളിലുള്ളതാ. അപ്പൊ യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൻ്റെ വചനമാണ്. ഈ ജ്ഞാനം വിട്ട് പോയാൽ ജ്ഞാനമാണെന്നൊക്കെ തോന്നിക്കും, ജ്ഞാനമായിരിക്കില്ല. ലാഭമാണെന്നൊക്കെ തോന്നിക്കും, ലാഭമായിരിക്കില്ല. നഷ്ടം മാത്രമായിരിക്കും പരിണിത ഫലം. ആത്യന്തികമായി നഷ്ടമായിരിക്കും. ജീവിതാവസാനത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് ശൂന്യമായിരിക്കും. ന്യായവിധി നാളിൽ ചപ്പും ചവറും ഒക്കെ തീക്കിരയാകുമ്പോൾ നമുക്ക് പ്രതിഫലങ്ങളില്ലാതെ വരരുത്. അതുകൊണ്ട് പലതിലും നമ്മൾ തെറ്റിപ്പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ലക്ഷ്യം തെറ്റുന്ന ഒരു കാര്യമാണ്. ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ് ഇനിയുള്ള സമയം കൊണ്ട്. ഈ ലക്ഷ്യം തെറ്റുന്ന ഒരു ജീവിത രീതി ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ യോഗങ്ങൾക്ക് വരുന്നുണ്ടാകും, കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യം, ആത്മീകമായിട്ടുള്ള ലക്ഷ്യം തെറ്റുന്നതിൽ നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ പാപം അല്ലെങ്കിൽ തെറ്റിപ്പോവുക എന്ന് പറയുന്നത് പ്രധാനമായും 51-ാം സങ്കീർത്തനം 4-ാം വാക്യം നോക്കി. 51-ാം സങ്കീർത്തനം 4-ാം വാക്യം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ പാപം എന്നുള്ളത്, തെറ്റിപ്പോവുക എന്നുള്ളത്, ലക്ഷ്യം തെറ്റുക എന്നുള്ളത് എപ്പോഴും 51-ാം സങ്കീർത്തനം എപ്പോഴെഴുതിയതാണ് നമുക്കറിയാം. അതിലാരുമായിട്ടാണ് പാപം ചെയ്തത് നമുക്കറിയാം. പക്ഷെ യഥാർത്ഥ അനുതാപം വന്ന ദാവീദ് അത് എഴുതുമ്പോൾ ദാവീദ് പറയുന്നത് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്നുള്ളതാണ്.
അപ്പോൾ പാപം എന്നുള്ളത് നമ്മൾ തെറ്റിപ്പോകുന്നത് ഏത് കാര്യത്തിലായാലും ശരി, നാം ദൈവത്തോടാണ് തെറ്റുന്നത്. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു പറഞ്ഞ ആളെ നമുക്കറിയാം. ആ വ്യക്തി അപ്പനോടാണ് തെറ്റ് ചെയ്തത്, വീട്ടുകാരോടാണ് തെറ്റ് ചെയ്തത്. പോയി സുബോധം വന്നപ്പോൾ പറഞ്ഞത് ഞാൻ ആരോട് പാപം ചെയ്തു എന്നാ? സ്വർഗത്തോടെന്നാണ്. അപ്പൊ പാപം എന്നുള്ളത് ആരോടാണ്? പാപം എന്നുള്ളത് ആരോടാണ്? ദൈവത്തോടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. 19-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? 19-ാം സങ്കീർത്തനം, അതിൻ്റെ 19-ാം സങ്കീർത്തനത്തിൻ്റെ 12-13 വാക്യങ്ങളൊന്ന് വായിക്കാം. 12-13 വാക്യം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനും ആയിരിക്കും. ഈ സങ്കീർത്തനം വളരെ മനോഹരമായൊരു സങ്കീർത്തനം. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഈ തെറ്റിനോടുള്ള ബന്ധത്തിൽ, തെറ്റിപ്പോകുന്നതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ പകുതി ആകാശവിധാനം, ആകാശം, സൃഷ്ടിപ്പിലുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അവസാനത്തെ പകുതി 7 മുതൽ, വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി, നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഇപ്പോഴും ആൾക്കാർ റിസൾട്ടൊക്കെ വന്നിട്ടും ടി വിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. കാലത്ത് തൊട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല മറ്റുള്ള ആൾക്കാർ. നമ്മളിവിടെ വന്നു. എന്താ കാരണം? നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നത് ഈ ദൈവവചന. ഇത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അവൻ്റെ ആജ്ഞകൾ നേരുള്ളവ, അവൻ്റെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ചൈതന്യം, നമ്മുടെ ഓറ, മുഖത്തെ പ്രകാശമൊക്കെ ഈ വചനം ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ പ്രകാശം. തൊട്ട് താഴെ തേൻകട്ടയോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദൈവവചനത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. തർക്കത്തിൻ്റെയും വാദത്തിൻ്റെയും പിന്നാലെ പോവുക എന്നത് ഉൾപ്പെടെ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിക്കുക, അത് പറയുക, അത് വായിക്കുക, അത് കേൾക്കുക എന്ന് പറയുന്നത് പായസം കുടിക്കുന്ന പോലെയാണ് പലർക്കും. എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? ദൈവവചനം വളരെ പോസിറ്റീവായിട്ടാണ് കേട്ടോ, ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ദൈവവചനത്തിൽ ചോദിക്കുകയാണ്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ അങ്ങനെ ഒരാളെ കാണൂ. ദൈവം ആഗ്രഹിക്കുന്നു. സ്വന്തം തെറ്റുകൾ ആരും പറയാതെ ഒന്നും മനസ്സിലാക്കുന്ന ഒരാൾ. ദൈവവചനം പറഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടാണ് പറയുന്നത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ തെറ്റുകളെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്, മറഞ്ഞിരിക്കുന്ന, അല്ലാത്ത തെറ്റുണ്ട്, മറഞ്ഞിരിക്കുന്ന തെറ്റുണ്ട്, നമുക്കറിയില്ല. അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഏതൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന്? പലരും തെറ്റിപ്പോകുന്നു എന്നുള്ള വിഷയമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. 1 തിമോഥെയോസ് തന്നെ 5-ാം വാക്യം, അതിൻ്റെ 24-25 നോക്കിയേ. 1 തിമോഥെയോസ് 5-ന്റെ 24-25. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് തന്നെ തെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. സൽപ്രവൃത്തികളും
അങ്ങനെ തന്നെ വെളിവാകുന്നു. വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണ അത്രേ. ഈ മറച്ചു വെച്ചേക്കണതുണ്ടല്ലോ, വെളിപ്പെടില്ല എന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്? അങ്ങനെയാണോ? സേഫ് ആണെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്ന രഹസ്യ പാപങ്ങൾ? സേഫ് അല്ല, ഒരു നിലയിലും സേഫ് അല്ല. ക്രമേണയാണെങ്കിലും അത് വെളിപ്പെടും. അങ്ങനെയല്ലേ ഇപ്പൊ വായിച്ചത്? ക്രമേണയാണെങ്കിലും അത് വെളിപ്പെടും. വെളിവാകാത്തവയും മറഞ്ഞിരിക്കയില്ല. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിലുള്ള ഇന്ന കുറവൊക്കെ ഉണ്ടല്ലോ, ആർക്കും അറിയില്ല. വെളിവാകാത്തതിൽ സന്തോഷിക്കേണ്ട, അത് മറഞ്ഞിരിക്കില്ല, അതൊരു ദിവസം വെളിപ്പെടും. ചിലത് ക്രമേണ വരും. അതുകൊണ്ട് വചനം പറയുന്നത് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്ന ആ ബുദ്ധിമാൻ ആരാണ്? അവൻ വിസ്താരത്തിന് വരുന്നതിന് മുമ്പ്, അത് വെളിപ്പെടുന്നതിന് മുമ്പ് അത് സ്വയം തിരുത്തുന്നവൻ ആരാണ്? അവനാണ് ബുദ്ധിമാൻ. അതാണ് യഥാർത്ഥ ജ്ഞാനം. അതാണ് നമ്മുടെ ചിന്താവിഷയം. ജ്ഞാനം എന്നൊക്കെ പറയുന്ന അതാ. ഇത് വെളിപ്പെടുന്നതിന് മുമ്പ്, മക്കളെ വരെ ബാധിക്കുന്നതിന് മുമ്പ്, സൽപ്രവർത്തികളും സൽപ്പേരും ഒക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോ 19-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ. വേദപുസ്തകത്തിൽ മനോഹരമായ പല ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. ഒരു ചോദ്യം ഇതാണ്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാണ്. വേറെ ചോദ്യങ്ങൾ റോമാലേഖനത്തിലൊക്കെ ഉണ്ട്. അന്യനെ വിധിക്കുന്ന നീ നിന്നെ തന്നെ വിധിക്കാത്തത് എന്ത്? ചോദ്യമാണ് ഇത്. വിഷയം ഇത് തന്നെയാണ്. മറ്റുള്ളവരെ വിധിക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനും അത് ആസ്വദിക്കാനും ഒക്കെ വിചാരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുന്നില്ല? തെറ്റിപ്പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരാണ്? നമ്മുടെ കർത്താവ് താൻ തന്നെ പറഞ്ഞു, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കില്ല. ഗൂഢമായതൊന്നും വെളിപ്പെടാതിരിക്കില്ല. കർത്താവ് തന്നെ പറഞ്ഞു, അറകളിൽ വെച്ച് പറയുന്നത് പുരമുകളിൽ ഘോഷിക്കുന്ന കാലം വരുന്നു. അതാണ് പറഞ്ഞത്, ഇത് ക്രമേണ വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ നാം തെറ്റുന്നത്, ആ തെറ്റുന്നിടത്ത് അത് ക്രമേണ വെളിപ്പെടും. ഒരു മരം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നുവോ ആ മരം അങ്ങോട്ടേക്ക് വീഴും. ഒരു മരം എങ്ങോട്ടാണോ ചാഞ്ഞു നിൽക്കുന്നത് ആ മരം അങ്ങോട്ടേക്കാണ് വീഴുക. നാം ഏതിലാണ് ചാഞ്ഞു നിൽക്കുന്നത്, ഏത് പാപമാണ്, ഏത് കാര്യത്തിലാണ് നാം തെറ്റിപ്പോയിരിക്കുന്നത്, ഒരു ദിവസം നാം അവിടെ വീഴും. ഒരു ദിവസം നാം അവിടെ വീഴും. അതുകൊണ്ട് മുന്നറിയിപ്പാണ് ദൈവവചനം തരുന്നത്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ലക്ഷ്യം തെറ്റിയിരിക്കുകയാണ്. ലക്ഷ്യം തെറ്റിയതാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5-6 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി,
ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചല്ലോ അല്ലേ? ലക്ഷ്യം തെറ്റുക, തെറ്റിപ്പോവുക. ഒരു ഉദാഹരണമാണത്. ഇസ്രായേൽ ജനം ചെങ്കടലൊക്കെ കടന്നു എത്ര അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവർ കടന്നത്. ഈ ചെങ്കടൽ തന്നെ കടന്നത് എന്തൊരു അത്ഭുതമാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഘട്ടത്തിൽ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് മിസ്രയീമിൽ വെച്ച് വില കൂടാതെ സൗജന്യമായിട്ട് മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളിയൊക്കെ കിട്ടുമായിരുന്നു. സൗജന്യമായിട്ടാണോ കിട്ടിയിരുന്നത് മിസ്രയീമില്? ചാട്ടവാറ് പുറത്തുനിന്ന് ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടായിട്ടില്ല. വൈക്കോല് കൊടുക്കാണ്ട് ഇഷ്ടിക ചൂടാൻ പറയുക. അവരുടെ കരച്ചില് ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവം രക്ഷിച്ച ആൾക്കാരാണ് ഈ പറയണത്. ഞങ്ങൾക്ക് സൗജന്യമായിട്ടേ ഭക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ, ഈ പണിയെടുക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കണതാ. അടിമകളെ പണിയെടുപ്പിക്കില്ലേ? വേറെ ഒന്നുമില്ല, ചാട്ടവാറടി മാത്രം. കരഞ്ഞ് കണ്ണ് കലങ്ങി ദൈവത്തോട് നിലവിളിച്ച് ദൈവം എത്ര അത്ഭുതങ്ങൾ ചെയ്ത് വിടുവിച്ച് കൊണ്ടുവന്നതാ. ഇപ്പൊ പറയാണ്, ഞങ്ങൾക്ക് ചിറ്റുള്ളി ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് അടുത്ത വാചകം നോക്കൂ, എന്താണ്? ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. പട്ടിണി കിടന്നിട്ടല്ല കേട്ടോ, പട്ടിണി കിടന്നിട്ടല്ല. ഈ മന്ന അല്ലാതെ ഒന്നുമില്ല. ആർക്കാ കുറ്റം ആർക്കാ? മന്നയ്ക്ക്. മന്നയുടെ രുചിയും അതിൻ്റെ മഹത്വമൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. ഈ മന്ന അല്ലാതെ എന്ന് പറയുമ്പോൾ എന്തൊരു നിഷേധാത്മക സമീപനാണെന്ന്. ഇന്ന് ഇതിൻ്റെ വേറെ വേർഷൻ ഇല്ലേ? ബൈബിൾ ക്ലാസ്സിന് ആളുകൾ വരാത്തതിൻ്റെ കാരണം എന്താ? ഇന്നത്തെ കാര്യമല്ല കേട്ടോ, പൊതുവെ സഭകളിൽ വളരെ കുറവ് ആളുകളാണ്. എന്താ ഈ മന്ന? എന്തിന് ഈ മന്ന കൊണ്ട് എന്താ കാര്യം? അതിൻ്റെ പിന്നാലെ വല്ല ചിറ്റുള്ളി നടാൻ പോയാൽ നല്ലതാ. ഭൗതികമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നു, മന്നയെ വേണ്ടാന്ന് നോക്കുന്നു. തെറ്റല്ലേ അത്? ലക്ഷ്യം തെറ്റിപ്പോകുന്നു എന്നുള്ളത് വാസ്തവമല്ലേ? നാം പലതിലും തെറ്റിപ്പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? മന്നായ്ക്ക് പകരം മത്തങ്ങ പിടിക്കുന്ന ആളുകൾ. അതാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ നാം വായിച്ചത്. ഈ അന്തമില്ലാത്ത വംശാവലി, തർക്കങ്ങള്, വൃഥാ ലാഭങ്ങൾ മാത്രമുണ്ടാക്കുന്ന ഈ കാര്യങ്ങൾ, അത് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോകുന്നു. മന്നായ്ക്ക് പകരം മത്തങ്ങയോ? അതാണ് ഒരു പാട്ടുകാരൻ പാടിയത്. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി. എത്ര അർത്ഥവത്തായ പാട്ടാ! മണ്ണെ പ്രതി, മത്തങ്ങയ്ക്ക് വേണ്ടി മന്നയെ നിഷേധിക്കുന്ന ആളുകൾ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി. ഏശാവിന് എന്താ പറ്റിയത്? ഏശാവ് അതിസമർത്ഥനും വനസഞ്ചാരിയുമായിരുന്നു എന്നാണ് വായിക്കുന്നത്. വനസഞ്ചാരി, ഏത് മൃഗങ്ങളെയും നേരിടാൻ പേടിയില്ലാത്തവൻ, സമർത്ഥൻ. യാക്കോബ് സാധുശീലൻ, കൂടാരവാസി, അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, പാവം. എന്തുണ്ടായി? ഏശാവിന്റെ പ്രശ്നം എന്താ? ഒരു പയറ് പായസം, അതിൻ്റെ നിറവും രുചി, വിലപ്പെട്ട അവകാശം നഷ്ടപ്പെടുത്തി. തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അലക്ഷ്യമാക്കരുതെന്ന വാക്ക് അവിടെയുണ്ട്. ഏശാവിയൻ പതനം. എന്താണ് ഏശാവിയൻ പതനം? താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി
വിലയേറിയത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾ എത്ര സമർത്ഥനായിക്കോട്ടെ, പക്ഷേ അവൻ ജയിക്കില്ല. യാക്കോബിന്റെ മുന്നിൽ അവൻ ജയിക്കില്ല. ഇതാണ് ഏശാവിയൻ പതനം. ഈ പതനം ഇന്ന് പലർക്കും പറ്റുന്നുണ്ട്. മൊമന്ററി ഗെയിൻ, താൽക്കാലിക നേട്ടം ഉണ്ടാക്കും. ഇതുണ്ടാക്കി കഴിയുമ്പോഴേക്കും ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വിലപ്പെട്ട ജ്യേഷ്ഠാവകാശം. യഹൂദന് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ മന്നയെ വിട്ടിട്ട് മത്തങ്ങയുടെ പിന്നാലെ പോകുന്നത് സ്വയം ആലോചിച്ചാൽ പിടുത്തം കിട്ടും അവനവൻ്റെ ജീവിതത്തിലുള്ള മത്തങ്ങ ഏതാണ്. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരെന്നാണ് ചോദ്യം, വചനത്തിലെ ചോദ്യം. അപ്പൊ നമുക്കതുകൊണ്ട് അതൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 15:8. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? വിലപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടത് വിലപ്പെട്ടതാണെങ്കിൽ ഇരുട്ടത്ത് കിടന്ന് തപ്പരുത്, കണ്ണടച്ച് ഇരുട്ടാക്കരുതെന്ന്. വിളക്ക് കത്തിച്ചിട്ടൊന്ന് അടിച്ചു വാരേണ്ടി വരും. വെളിച്ചില്ലാത്തടത്ത് അടിച്ചു വാരിയിട്ട് എന്താ കാര്യം? എന്താ വെളിച്ചം? ആരാ വെളിച്ചം? കണ്ണാടി ഒന്ന് നോക്കേണ്ടി വരും. ഏതാ കണ്ണാടി? ഇതാണ് കണ്ണാടി. കണ്ണാടി കാണുമ്പോളം താൻ എത്ര സുന്ദരൻ എന്ന് നിരൂപിക്കുന്ന വിരൂപന്മാർ എന്നൊരു കവി പാടിയിട്ടുണ്ട്. ഈ കണ്ണാടി കണ്ടാ അറിയാം സുന്ദരന്മാരാന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വൈരൂപ്യം. അപ്പൊ അതുകൊണ്ട് വിളക്ക് കത്തിക്കേണ്ടി വരും, അടിച്ചു വാരേണ്ടി വരും. അപ്പോഴാണ് വിലപ്പെട്ടത് തിരിച്ചു കിട്ടുള്ളൂ. സംഖ്യാപുസ്തകം 28-ാം അധ്യായം ഒന്ന് എടുക്കാമോ? സംഖ്യാപുസ്തകം 28-ാം അധ്യായം. ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. ഇനി അതിന്റെ 4-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം. വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ നീ അവനോട് പറയണം. താഴെ നമ്മളിപ്പോൾ വായിച്ചത് ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും. ഇതിനൊക്കെ അർത്ഥമുണ്ട്. വാസ്തവമായിട്ടൊരു തെറ്റ് ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെറ്റ് ഞാൻ പറയട്ടെ. രാവിലെയും വൈകിട്ടും കൃത്യമായി വഴിപാട് തക്ക സമയത്ത് നടത്താത്ത, കുടുംബ പ്രാർത്ഥന നടത്താത്ത കുടുംബങ്ങളിൽ നിന്ന് സഹോദരന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റെങ്കിലും ഒന്ന് തിരുത്തിക്കൂടെ? രാവിലെയും വൈകിട്ടും, അതിൽ കൂടിയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ രാവിലെയും വൈകിട്ടും ഓരോ കുഞ്ഞാടിനെ അറുക്കണം. ഏറ്റവും ചുരുങ്ങിയത്. ഇന്ന് ഇതൊക്കെ പഴകി നിങ്ങളുടെ വീടുകളിൽ രക്തമടയാളമായിരിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അടയാളങ്ങളൊക്കെ പോയി. പണ്ടൊക്കെ
ഏതെങ്കിലും സ്ഥലത്തു കൂടെ പോയാൽ ആ ക്രിസ്ത്യാനികളുടെ വീടുകളാണെങ്കിൽ മർത്തോമക്കാരുൾപ്പെടെ, എൻ്റെ അമ്മയുടെ അപ്പനൊക്കെ മർത്തോമയിലായിരുന്നു, എന്തോരം നേരെ ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചിരുന്ന ഒരു അപ്പച്ചനായിരുന്നു. ഇന്ന് അത്തരങ്ങൾ അടയാളങ്ങളൊക്കെ പോയി. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചന്ദനമഴയൊക്കെ കഴിഞ്ഞിട്ടാണ്, തക്ക സമയത്തല്ല, അവർക്ക് തോന്നുന്ന സമയത്ത്. ഒരു വഴിപാട് കൃത്യമായിട്ട് രാവിലെയും വൈകിട്ടും അടയാളങ്ങളൊന്നും മാഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട ബാധ്യത YMEFന്റെ മീറ്റിംഗ് ആണല്ലോ. കുറച്ച് ചെറുപ്പക്കാരുണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹീതമായ പല മാതൃകകളുമുണ്ട്, അടയാളങ്ങളുണ്ട്. അന്യം നിന്നു പോകാതെ, ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഈ വിലപ്പെട്ട ദ്രഹ്മ നാം നേടിയെടുക്കണം. അതിന് നാം അടിച്ചു വാരണം, നാം വിളക്ക് തെളിക്കണം. അതുകൊണ്ട് സദൃശ്യവാക്യം 16-ാം അധ്യായം 27-ാം വാക്യം കൂടെ വായിക്കാം. സദൃശ്യം 16:27. നിസ്സാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. നിസ്സാര മനുഷ്യൻ എന്ന് പറഞ്ഞാല് നിസ്സാര കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ആള്. ചെറിയ കാര്യമായിരിക്കും, ഒഴിവാക്കി വിടാവുന്ന ഒരു കാര്യം ഉണ്ടാവുള്ളൂ, ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ, അതങ്ങ് തീ കത്തിച്ച് നിസ്സാരം, ബാലിശമായ. പക്ഷെ അവൻ കുഴിക്കുന്ന കുഴിയുണ്ടല്ലോ, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കുന്ന ആളുകൾ. ഒരു സഭയിൽ എന്തിനാ ചുമന്ന കസാര എടുത്തേ, വെള്ള കസാര എടുക്കാറുന്നില്ലേ എന്ന് വെച്ചിട്ട് വഴക്കുണ്ടായെന്ന് കേട്ടു. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പാതകം എന്ന കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക എന്ന് ഓർത്താൽ നല്ലതാ. ക്ഷമിക്കാവുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിടിച്ച് ഇതെവിടേക്കാണ്, എന്തിനാണ്? അപ്പം അതുകൊണ്ട് നിസാര കാര്യങ്ങളുടെ പിന്നാലെ ലക്ഷ്യം തെറ്റി, നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം, നാം തെറ്റിപ്പോകാൻ പാടില്ല, കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ നിലയിൽ ഒരു ലക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. പാപം എന്ന് പറയുന്നത് തന്നെ ലക്ഷ്യമില്ലാതിരിക്കുക, വഴിതെറ്റിപ്പോകുക എന്നുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. 86-ാം സങ്കീർത്തനം 14-ാം വാക്യം നമുക്ക് വായിക്കാം. 86-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു, കോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു, അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല. അവർ നിന്നെ ലക്ഷ്യമാക്കുന്നില്ല. ആര്? അഹങ്കാരികൾ, ഘോരന്മാർ. ദൈവത്തെ ലക്ഷ്യമാക്കണമെന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. ദൈവത്തെ വിചാരിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ, പറയാൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം മാത്രമല്ല, 4 അധ്യായങ്ങളിലും പൗലോസ് പറയുന്ന, ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. വല്ല വിധേനയും, ഏതു വിധേനയും. ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മളൊക്കെ അത് വായിച്ചിട്ടുണ്ട്. എന്തിനെക്കുറിച്ചാണത് പറയുന്നത്? ക്രിസ്തുവിനെ നേടേണ്ടതിനും എന്ന് പറയുമ്പോൾ എന്നിട്ടാണ് തുടർന്ന് പറയുന്നത്. ക്രിസ്തുവിനെ നേടേണ്ടതിന് വല്ല വിധേനയും. രക്ഷിക്കപ്പെടുന്ന കാര്യമല്ല കേട്ടോ അത്. നാം ദൈവത്തെ ലക്ഷ്യമാക്കണോ വേണ്ടേ? ക്രിസ്തുവിനെ നേടണമോ വേണ്ടയോ?
നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർത്താവായിരിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് നോക്കിയേ. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഈ ജനത്തിലെല്ലാം ഇടത്തു കയ്യന്മാരായ 700 വിരുതന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാതെ കവിണക്കാരായിരുന്നു. ഏറ് പിഴയ്ക്കാത്ത കവിണക്കാർ. വായിച്ചിട്ടുണ്ടോ ഈ വാക്യം? ബെന്യാമീനിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇടങ്കയ്യന്മാരായ 700 വിരുദ്ധന്മാർ. ലക്ഷ്യത്തെക്കുറിച്ച് പറയാൻ പോവാ. ബൈബിളിലുള്ള കാര്യമായതുകൊണ്ട് പറയാൻ മടിക്കണ്ടല്ലോ. അവരെല്ലാവരും ഒരു രോമത്തിനു പോലും ഏറ് പിഴയ്ക്കാത്ത കവിണക്കാരായിരുന്നു. എന്താണ് മനസ്സിലാക്കുന്നത് നാം ലക്ഷ്യത്തെക്കുറിച്ച്? ബെന്യാമീൻ ഗോത്രത്തെക്കുറിച്ച്, യഹൂദനെക്കുറിച്ച്, IRGCയുടെ റവല്യൂഷണറി ഗാർഡിൻ്റെ സമ്പൂർണ്ണ സുരക്ഷിതത്തിനുള്ളിൽ ഒരു രഹസ്യ കോട്ടയിലായിരുന്നു ഇസ്മായിൽ ഹനിയ. ഇറാൻ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അതിഥിയായിരുന്നു, ഹമാസിൻ്റെ നേതാവ്. അദ്ദേഹം ഇരിക്കുന്ന വലിയ കെട്ടിടത്തിൽ, അദ്ദേഹം ഇരിക്കുന്ന അതേ നിലയിൽ, അതേ റൂമിൽ അദ്ദേഹം മാത്രം കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഒരു രോമത്തിനു പോലും ഏറ് പിഴയ്ക്കാത്ത വിരുദ്ധന്മാർ. അന്നുമതേ ഇന്നുമതേ. ദൈവവചനം ഇതൊന്നും വെറുതെ പറയുന്നല്ല. ആയത്തുള്ള അദ്ദേഹം എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്? സിൻവാർ. ഞാൻ ഇന്ന് ഇസ്രായേലിൻ്റെ മഹത്വം പറയല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? പ്രിസൈസ് അറ്റാക്ക്. ലക്ഷ്യം കൃത്യമായിരിക്കും. ആത്മീകമായിട്ട് ഇതിനെ നമ്മൾ എടുക്കണ്ടേ, ചിന്തിക്കണ്ടേ? യുദ്ധമൊക്കെ പോട്ടെ, നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം വേണ്ടേ? ഇതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്നതാണോ? ക്രിസ്തീയ ജീവിതത്തിനൊരു ലക്ഷ്യം വേണ്ടേ? മത്തങ്ങയുടെ പിന്നാലെ പോകാനാണോ ക്രിസ്തീയ ജീവിതം? ഈ മന്ന, ഈ തേനിന്റെ രുചിയുള്ള കൊത്തമ്പാലരി പോലെ ഇരിക്കുന്ന മന്ന കയ്യിൽ തന്നിട്ട് ഇസ്രായേലിന് എന്ത് വിശേഷതയുള്ളൂ? തിരുവെഴുത്ത് അവരുടേത്, ന്യായപ്രമാണം അവരുടേത്. അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ വകുപ്പിൽപ്പെടുന്നത് ആരാ? നമ്മളല്ലേ. ഈ തിരുവെഴുത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ട് നാം എന്തിന്റെ പിന്നാലെയാണ് പോകുന്നത്? എന്ത് ലാഭമാണ് നമുക്ക് ഇത് ഒഴിച്ചു വെച്ചിട്ടുണ്ടാക്കാൻ സാധിക്കുക? ശിഷ്യന്മാര് ചോദിച്ചില്ലേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾക്ക് എവിടെ പോകാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും കഴിയില്ല. ഏറുപിഴയ്ക്കാത്ത കവിണക്ക. ഒന്ന് ശമൂവേൽ 17-ാം അധ്യായം 49-50 വാക്യങ്ങൾ നോക്കൂ. 1 ശമൂവേൽ 17-ന്റെ 49-50 വാക്യങ്ങൾ. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി ഫിലിസ്തീന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ടു പതിഞ്ഞു, അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്തീനെ ജയിച്ചു, ഫിലിസ്തീനെ കൊന്ന് മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ലക്ഷ്യമുള്ളവന്റെ വിജയമാണ് ദാവീദിന്റെ വിജയം. ആളൊക്കെ ചെറുതാ. ഗോലിയാത്ത് ഇവിടെ നിന്നാൽ ഈ ടെറസയിൽ തലമുട്ടും. 6 മുഴം ഒരു ചാണും നടുപ്പാണ്. 10 അടിയുടെ മുകളിലാണ് ഹൈറ്റ്. 5000 ശേക്കൽ തൂക്കമുള്ള കവചമൊക്കെയാണ് ഇട്ടിട്ട് നിൽക്കുന്നത്. കാൽച്ചട്ട എന്ന് വേണ്ട, ഈ ശിരസ്ത്രം, അതൊക്കെ 1 ശമൂവേൽ 17-ലുണ്ട്, വായിച്ചാൽ അറിയാം.
എന്തൊക്കെ ക്രമീകരണങ്ങളാണ്! രാവിലെയും വൈകിട്ടും വന്നിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കുക, ആരും ചോദിക്കാനില്ല. അവസാനം ദാവീദ് എന്ന ബാലകൻ വന്നു. ശൗലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഗോലിയാത്തിനെ കൊന്നതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ആ കൊന്ന മനുഷ്യനെയാണ് ശൗല് കൊല്ലാൻ വേണ്ടി നടക്കുന്നത്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് പോട്ടെ, അത് വേറെ കാര്യം. ലക്ഷ്യമുള്ളവനെ, നല്ല ഭക്തന് പോരാട്ടം ഉണ്ടാകും, അത് വേറെ. പോരാട്ടം ഉണ്ടാവട്ടെ. ദാവീദ് എന്താ ചെയ്തത്? സഞ്ചിയിൽ കൈയിട്ടു, ഒരു കല്ലെടുത്തു. ഇതിനൊക്കെയാണ് വിശ്വാസം എന്ന് പറയുന്നത്, ഇതിനൊക്കെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരൊറ്റ കല്ല്. 5 കല്ലുണ്ട്, ഒരെണ്ണം എടുത്തു. എവിടെ കൊണ്ടു? ഫെലിസ്തീന്റെ നെറ്റിക്ക് കൊണ്ടു. അവൻ കവിണ്ണു വീണു. ഏറുപിഴച്ചില്ല. ഉന്നം പിടിച്ച ജീവിതം, ഉന്നം പിടിച്ച ക്രിസ്തീയ ജീവിതം, ലക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം. നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ നാം തിരുത്തണം. മത്തങ്ങയുടെയും ചിറ്റുള്ളിയുടെയും പിന്നാലെയാണ് നാം പോകുന്നതെങ്കിൽ, ആവശ്യമില്ലാത്ത തർക്കസൂത്രങ്ങളുടെ, കെട്ടുകഥകളുടെ, പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ വേദപുസ്തകത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നിന്ന് തന്നെ ഒന്ന് പറയാം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 1 തിമോഥെയോസ് 5:15 നോക്കിയേ. 5:15. ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ, തെറ്റിപ്പോയി കഴിഞ്ഞു. അവിടെ പറയുന്ന കാര്യങ്ങളെ ഈ പറയുന്നതാണ്, തർക്കവും വാദമൊക്കെയാണ്. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭ്രാന്ത്. അത് ഭ്രാന്തിൽ കുറഞ്ഞതൊന്നുമല്ല. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 20:30 കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:30. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ശിഷ്യന്മാരെ ശ്രദ്ധിച്ചോളൂ, വാക്യം, വചനം ജീവനുള്ള വചനാണ്. തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. 20:17 കൂടെ വായിച്ചാൽ നല്ലതാ. വായിക്കണ്ട, നിങ്ങളൊന്ന് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ എന്താ എഴുതിയേക്കുന്നത്? 20:17. അതുകൊണ്ട് 20:17 വായിച്ച. മിലേത്തോസിൽ അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ, അതല്ല, അവിടെ ഉണർന്നിരിപ്പിന്നൊരു വാക്കുണ്ട്. ഉണർന്നിരിപ്പിന് ഒരുപാട് വാക്യങ്ങൾ ഉള്ളതാണല്ലോ. അവിടെ എന്താ പറയുന്നത്? പിന്നാലെ വലിച്ചു കൊണ്ടുപോകുന്ന വിപരീത ഉപദേശം. ഇപ്പൊ പല കാര്യങ്ങൾക്കും ഉള്ള ഉത്തരം അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ എന്താ, ലോകത്തിന്റെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ പഴയ കാലത്തിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അനുരഞ്ജന ഭാഷ കൂടുതലും സംസാരിക്കുന്നത് പിശാചാണ്. അനുരഞ്ജനത്തിന്റെ ഭാഷയാണ് പിശാചിന്റെ ഭാഷ. വിട്ടുവീഴ്ചയുടെ ഭാഷയാണ്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 1 തിമോഥെയോസ് 6:3 നോക്കിയേ. 1 തിമോഥെയോസ് 6:3.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ പഥ്യവചനം വിട്ടുള്ള ഉപദേശങ്ങൾ സൂക്ഷിക്കണം, തെറ്റിപ്പോകാതെ സൂക്ഷിക്കണം. പിന്നാലെ വലിച്ചു കൊണ്ടുപോകുന്ന ഉപദേശങ്ങൾ, വശീകരിക്കുന്ന ഉപദേശങ്ങൾ. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഗേറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു സഭക്കാരുണ്ട്. നമ്മുടെ പല ആളുകളും പല ആളുകളെന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞു. എറണാകുളത്ത് പല ന്യൂജൻ ചർച്ചുകളുണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ പലർക്കും അതാ ഇഷ്ടം. എന്താണ്? വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ അവരുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകും. അത് സൂക്ഷിക്കണം. ചിലർ ഇപ്പോൾ തന്നെ സാത്താന്റെ പിന്നാലെ പോയല്ലോ. സദൃശ്യവാക്യം 1-ാം അധ്യായം 10-ാം വാക്യം നോക്കിയേ. സദൃശ്യം 1:10. സദൃശ്യം 1:10. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഞങ്ങളോട് കൂടെ വരിക. നാം രക്തത്തിനായി പതിയിരിക്കുക. നിർദോഷിയെ കാരണം കൂടാതെ പിടിക്കുവാൻ ഒളിച്ചിരിക്കുക. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളയുക. നമുക്ക് വിലയേറെ സമ്പത്തൊക്കെയും കിട്ടും. നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോട് കൂടെ സമാംശം കിട്ടും. മതി. മകനെ, സദൃശവാക്യം എന്തിനാ എഴുതിയിട്ടുള്ളതെന്നറിയാം? ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഏതിനെങ്കിലും തെറ്റായ കാര്യത്തിന്, ദൈവമക്കൾക്ക് അയോഗ്യമായ കാര്യത്തിന്, തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ദൈവാനുവദിച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ, നിന്റെ യൗവനം, അതിൻ്റെ മോഹങ്ങൾ, നിന്റെ യൗവനം, നിനക്ക് തന്നിട്ടുള്ള യൗവനം, അത് പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലും നിന്നെ വശീകരിച്ചാൽ നീ വഴിപ്പെട്ടു പോകരുത്. അതാ പറഞ്ഞ, അനുരഞ്ജനപ്പെടരുത്. അത് പിശാചിന്റെ രീതിയാണ്. അവര് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ സഞ്ചി ഒന്നായിരിക്കും, നിനക്ക് ഞങ്ങളോട് കൂടെ സമാംശം കിട്ടും, നിനക്കൊരു ഓഹരിയുണ്ട്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അന്യന്റെ പാപങ്ങൾക്ക് ഓഹരിക്കാരാവരുത്. ആ ഓഹരി നമുക്ക് വേണ്ട, ആ സഞ്ചിയും വേണ്ട, അതിലെ അംശവും വേണ്ട, ആ വൃഥാ ലാഭം നമുക്ക് വേണ്ട. ആ ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനമല്ല, അത് നമ്മെ ചതിക്കും. ഇനി 1:15 കൂടെ നോക്കിയേ. 1:15. മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്. മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്. നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കുകയും അരുത്. നിന്റെ കാൽ അവര് പോകുന്ന വഴിയിലെ ഒരു സ്റ്റെപ്പ് വെക്കരുതെന്നാ. കാലങ്ങോട്ട് വെക്കരുത്. കാരണം ഇത് ഈ ലഹരി മരുന്ന് കഴിച്ച പോലെയാ. ഒരു സ്റ്റെപ്പ് പോയാൽ പിന്നെയും പോയി, പിന്നെയും പോയി, നീ ആ കുഴിയിൽ ചെന്ന് വീഴും. നിന്റെ കാല് വിലക്കുക, വിലക്കണ്ടോടത്ത് വിലക്കുക. ഈ വിലക്കുകളൊക്കെ മോശമല്ല. ചിലര് വിലക്കുകള് മോശമാണെന്ന് വിചാരിച്ചിരിക്കുന്നു. വിലക്കുകൾ മോശമല്ല. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 16. പതിനാറാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ.
അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്സിയിലെത്തി പിതുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്സിയ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായൊരു പുരുഷൻ അരികെ നിന്നു. നീ മക്കതോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കതോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ അവർ ആസിയിൽ പ്രസംഗിക്കാൻ നോക്കിയതാ, സുവിശേഷം പറയുന്നത്. ദൈവം പറഞ്ഞു വേണ്ടാന്ന്. സുവിശേഷം പ്രസംഗിക്കുന്നത് വേണ്ടാന്ന് പറയും. അതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തടത്ത് സുവിശേഷമായാലും പ്രസംഗിക്കണ്ട. പിന്നെ പരിശുദ്ധാത്മാവിന്റെ വിലക്ക. ഈ വിലക്ക് വിലങ്ങല്ല, ഇത് വിജയാണ്. വിലക്കുകളെല്ലാം വിലങ്ങുകളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വിലക്കുകൾ വിജയങ്ങളാണ്. ദൈവത്തിന്റെ വിലക്കാണെങ്കിൽ, ദൈവം തടയിടുന്നതാണെങ്കിൽ കണക്ക് കൂട്ടിക്കോളൂ, അത് നാശത്തിനല്ല, നന്മയ്ക്കാണ്. ഏത് കാര്യമായിക്കോട്ടെ. വിലക്ക് ആർക്കും ഇഷ്ടമല്ല. അതെന്താ? സ്വന്തം ഇഷ്ടത്തിന് പോണം, ജഡത്തിന്റെ ഇഷ്ടത്തിന് പോണം. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. അതിന് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നാലെ നടന്നു. അപ്പോൾ അത് ശരിയായില്ല. അപ്പോൾ കാനഡയ്ക്ക് പോകണമെന്നായി. അപ്പോൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നിന്റെ ഇഷ്ടം കാനഡയായിരിക്കാൽ നിന്നെ ഞാൻ സ്തുതിക്കും. എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തെ ഞാൻ ദൈവത്തിൻ്റെ മേലെ ആരോപിക്കുകയാണ്. എന്നിട്ട് ഇത് ദൈവഹിതമാണെന്ന് സമർത്ഥിക്കുകയാണ്. വിലക്കുകൾ വിലങ്ങുകളല്ല. പിന്നെ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്സിയിലെത്തി ബിദുന്യക്ക് പോകാൻ ശ്രമിച്ചു. എന്തോരം കഷ്ടപ്പെട്ട്. ഇന്നത്തെ നമ്മുടെ പോലെ കാർ ഓടിച്ചോ ഫ്ലൈറ്റിലൊന്നും അല്ല. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ യാത്രയൊക്കെ നടത്തുന്നത്, ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തെത്താൻ. അവിടെ എത്തിയപ്പോൾ യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. നമ്മളാണെങ്കിൽ ചോദിച്ചാൽ ഇത് എന്താ സംഭവം, ഇത്ര കഷ്ടപ്പെട്ടിട്ട്? പൗലോസ് മിണ്ടിയില്ല. പൗലോസിനറിയാം സമ്മതിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് പൗലോസിനറിയാം. നാം അതറിയണം. നാം അതറിയണം. പിന്നെ അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ വിലക്കുന്നത് എന്നേക്കുമായിട്ടല്ല, നിന്റെ ഊഴം വരാനിരിക്കുന്നു. ദൈവം ഒരു കാര്യം തടയുന്നത് ദോഷത്തിനല്ല, ഏറ്റവും മികച്ചതിനാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, ഈ ദർശനം കണ്ട്, അത് ദൈവദൂതനാണ് കേട്ടോ, ഞങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കതോനിക്ക് പുറപ്പെട്ടു. മക്കതോനിക്ക് ചെന്നിട്ടുണ്ടായത് നമുക്കറിയാം. ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകാർ ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറഞ്ഞോ? നിങ്ങളുടെ മതം യൂറോപ്പിൽ നിന്ന് വന്നതല്ലേ, ക്രിസ്തുമതം. അപ്പോൾ ഈ ഭാഗം എടുത്തിട്ട് പറഞ്ഞു കൊടുക്കണം, സ്നേഹിത, ഏഷ്യയിൽ നിന്നാണ് യൂറോപ്പിലേക്ക് സുവിശേഷം പോയത്. അത് ഇവിടെ വെച്ചാണ്. ഏഷ്യ മൈനർ, തുർക്കി, ഇസ്രായേൽ, പാലസ്തീൻ, ഈ ആസിയാണ് ഇപ്പോൾ എർദോഗാൻ ഭരിക്കുന്ന തുർക്കി. ഈ പ്രദേശത്താണ്, ഏഷ്യ മൈനറിലാണ് 7 സഭകൾക്കുള്ള ദൂത് എഴുതിയില്ലേ? 7 സഭകൾ ഉണ്ടായിരുന്ന സ്ഥലമാണത്. ഇപ്പൊ അവിടെ വല്ലതുണ്ടോ?
ഇപ്പോ തുർക്കിയുടെ എർദോഗൻ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന സ്ഥിതിയാണ്. അത് വേറൊരു കാര്യം. ഫിലിപ്പിയിലേക്ക് കടന്നു, അലക്സാണ്ടറുടെ നാട്ടിലേക്ക് കടന്നു, സുവിശേഷം അവിടെ എത്തി. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് സുവിശേഷം കടന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഏഷ്യയിൽ നിന്നാണ് സുവിശേഷം, അവിടുന്ന് ഇങ്ങോട്ട് വന്നതല്ല. സായിപ്പന്മാരത് നേരത്തെ വിശ്വസിച്ചു എന്നുള്ളത് അവരുടെ ഭാഗ്യം, അവരുടെ ഉയർച്ച. നമ്മുടെ ഇവിടെ ആളുകൾ ഇത് സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കർത്താവ് പാലസ്തീനിൽ ജനിച്ചു, യൂറോപ്പിലല്ല. വിലക്കുകളൊന്നും എന്തല്ല വിലങ്ങുകളല്ല, വിജയങ്ങളാണ്. മകനെ, നീ പാപികൾ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. അടച്ചിട്ട മുറിയാണ് ദൈവം കാണിക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് തിക്കിത്തിരക്കി കയറാൻ നോക്കരുത്. ആ മുറിയിൽ അപകടമുണ്ട്. ദൈവം ഒരു കാര്യം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഇരിക്കട്ടെ. വേറൊരു മാർഗം ദൈവം ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിലക്കുകളൊന്നും വിലങ്ങുകളല്ല. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലക്ഷ്യബോധത്തോടു കൂടെ ജീവിക്കുക. സമയം മുമ്പോട്ട് പോവുകയാണല്ലോ, അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമുക്ക് വേഗം നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നോക്കൂ. ലൂക്കോസ് 7:24 മുതൽ 27 വരെ. യോഹന്നാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹന്നാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല. എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിൽ അത്രേ. അല്ല. എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു. ചിലര് യോഹന്നാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കർത്താവ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. യോഹന്നാൻ സ്നാപകൻ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് കർത്താവ് വലിയ കമൻ്റ് ഒന്നും പറയുന്നില്ല. എന്തിനാ അപ്പ പറയുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞാൽ ഇതല്ലേ ഏറ്റവും വലിയ കമന്റ്. ജീവിച്ചിരിക്കുമ്പോഴല്ലേ പറയേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടാണോ പറയേണ്ടത്? കർത്താവ് എന്താ പറഞ്ഞത്? യോഹന്നാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്. ആളുകളോട് കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല. എന്ത് കാണാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിൽ അത്രേ. അല്ല. എന്ത് കാണാൻ പോയി? ഒരു പ്രവാചകനെയോ? അതെ, ഒരു പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ 2-3 വാക്യങ്ങളുണ്ടല്ലോ, നന്നായി പഠിക്കാനുണ്ട്. നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അതൊരു ചോദ്യമാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താ? കാറ്റിനാൽ ഉലയുന്ന ഓടയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം എന്താ? കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താ? അങ്ങനെ ഒരാളെ അല്ല നിങ്ങൾ കാണാൻ. അങ്ങനെയല്ലേ? നിങ്ങൾ കാണാൻ പോയ ആളില്ലേ? കർത്താവാണ് കേട്ടോ പറയുന്നത്. ആള് കാറ്റിനാൽ ഉലയുന്ന ഒരു ഓടയല്ല, അസ്ഥിരനല്ല, ചാഞ്ചാട്ടമുള്ളവനല്ല, സംശയാലുമല്ല.
യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാറ്റത്തിങ്ങനെ ആടുന്ന അസ്ഥിരക്കാർ. പിന്നെ മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ, മോടിയുള്ള വസ്ത്രം പട്ടും പകിട്ടും ഒക്കെ നോക്കി ധരിച്ച്, അത് രാജധാനിയിൽ നോക്കിയാൽ മതി, യോഹന്നാനെ നോക്കണ്ട. ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് വായിക്കുമ്പോൾ കർത്താവ് ദൈവം തമ്പുരാൻ താൻ തന്നെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന, സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിൽ ഉണ്ടാവും. യോഹന്നാൻ അതല്ല. പട്ടും പകിട്ടും പത്രാസും ജീവനത്തിന്റെ പ്രതാപങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ ആഡംബരങ്ങളും. ഇപ്പൊ ആഭരണത്തിന്റെ കാര്യത്തിൽ ഒരു ഇത് നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ അവർ പറയുന്നതിന്റെ ഒരു ഇതാണ്, അപ്പൊ 50,000 രൂപയുടെ സാരി ധരിക്കുന്നത് കുറ്റല്ലേ? 1,00,000 രൂപയുടെ കണ്ണാട ധരിക്കുന്നത് കുറ്റമല്ലേ? 10,000-ന്റെ ഷർട്ട് ഇടുന്നത് കുറ്റമല്ലേ? പിന്നെയാണോ ഈ ചെറിയ, ഇല്ലേ? കേട്ടിട്ടില്ലേ? അതാണ് ഒരു വാദം. അപ്പൊ ഇത് കുറ്റമാണ്. ആണ്, രണ്ടും കുറ്റാണ്. ഇതുള്ളത് കൊണ്ട് ഇത് എടുക്കാമെന്നല്ല, ഇതും വേണ്ട ഇതും വേണ്ട. രണ്ടും വേണ്ട. ജീവനത്തിന്റെ പ്രതാപങ്ങൾ, ആവശ്യത്തിൽ കവിഞ്ഞതൊന്നും വേണ്ട. ഇതുള്ളത് കൊണ്ട് ഇതെടുക്കാമെന്നോ, ഇതുള്ളത് കൊണ്ട് ഇതെടുക്കാമെന്നല്ല, ഇത് രണ്ടും വേണ്ട എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സുഖഭോഗികളായിട്ടുള്ള ജീവിതം, ജീവനത്തിന്റെ പ്രതാപം, ആഡംബരങ്ങൾ. യോഹന്നാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലാളിത്യമായിരുന്നു, ലളിത ജീവിതം. ലളിത ജീവിതം. 21-ാം സങ്കീർത്തനം 1-ാം വാക്യം നോക്കിയേ. 21-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. ദാവീദിന് വേണമെങ്കിൽ എന്തിലൊക്കെ സന്തോഷിക്കാം. ഇത്രയും വലിയ സിംഹാസനം, ഒരു രാജ്യത്തിന്റെ രാജാവ്, ഏറ്റവും മികച്ച രാജാവ്, 40 കൊല്ലം ഇരുന്നത്. ഇവിടെ വാടാന്ന് പറഞ്ഞാൽ വരാൻ ആളുകൾ, ഭൃത്യന്മാർ, ആഗ്രഹിച്ചതെന്തും നേടാനുള്ള സൗകര്യങ്ങൾ. 1-2 വട്ടം അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. അത് വരുത്തി വെച്ച നഷ്ടമൊക്കെ അനുഭവിച്ചിട്ട് പറയാണ്, യഹോവേ, രാജാവ് സന്തോഷിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിലല്ല, സിംഹാസനത്തിലല്ല, അധികാരത്തിലല്ല. പിന്നെ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. ഇതാണ് എൻ്റെ ബലം. സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നുണ്ട്, യഹോവ എൻ്റെ ജീവന്റെ ബലം. നെഹമ്യാ പ്രവചനത്തിൽ വീണ്ടും നാം വായിക്കുന്നു, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം. എന്താ നമ്മുടെ ബലം? ഈ തിമോഥെയോസ് 6-ൽ ധനികന്മാരാകുവാൻ വ്യഗ്രത കൊള്ളുന്നവരെ കുറിച്ച് വായിക്കുന്നുണ്ട്. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല എന്ന് അവിടെ പറഞ്ഞിട്ടുമുണ്ട്. റിസർവ് ബാങ്കിന്റെ ഈ വർഷം ഫെബ്രുവരി 7 ശനിയാഴ്ച ദിവസം മനോരമയിൽ ഒരു വാർത്ത വന്നത് ഞാൻ വായിക്കുന്നുണ്ടായി. റിസർവ് ബാങ്കിന്റെ ഡെപ്പോസിറ്റേഴ്സ് അവയർനെസ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്തു, 85,000 കോടി രൂപ അവകാശികളില്ലാത്ത പണം റിസർവ് ബാങ്കിൽ കിടപ്പുണ്ട്.
2026 ഫെബ്രുവരി 7 ശനിയാഴ്ചത്തെ വാർത്തയാണ്. എത്ര കോടിയാ? 85,000 കോടി. അവകാശികളില്ല, മരിച്ചുപോയി. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സുഖസൗകര്യങ്ങളിലല്ല, ലാളിത്യത്തിന്റെ മാർഗം, ഭക്തിയുടെ മാർഗം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. ഇതൊരു സന്തോഷല്ലേ? ഈ സന്തോഷം പോവില്ല. ഇതൊക്കെ പോയാൽ പോവും. ധനികന്മാർക്കാ ഏറ്റവും വലിയ പേടി മരിക്കാൻ. കാരണം ഇതൊക്കെ ഇട്ടിട്ട് പോണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സന്തോഷം എന്തിലാ? ലക്ഷ്യമുള്ള ജീവിതമാണെങ്കിൽ, യോഹന്നാനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു, 400 കൊല്ലത്തെ നിശബ്ദ കാലയളവുണ്ട് മലാക്കിക്ക് ശേഷം. ഈ നിശബ്ദ കാലയളവില് ഒന്നും നടന്നില്ലെന്നാണ്. അത് കഴിഞ്ഞ് കുറെ പരീശന്മാർ വന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകന് പരീശ വേഷഭൂഷാദികൾ ഉണ്ടായിരുന്നില്ല. കൈമേലും നെറ്റിമേലും മന്ത്രപ്പട്ട കെട്ടിവെച്ചല്ല നടന്നിരുന്നത്. സർപ്പസന്തതികളെ എന്ന് വിളിക്കാൻ തെല്ലും ഭയപ്പെട്ടില്ല. പ്രകടനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? അവൻ കാറ്റിനാൽ ഉലയുന്ന ഒരോടയല്ല. സുഖഭോഗികളായിട്ട് നടക്കുന്നവരെ രാജധാനികളിൽ അന്വേഷിച്ചാൽ മതി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ യോഹന്നാൻ അങ്ങനെയല്ല. യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു വാക്കുണ്ട്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. ഈ തിമോഥെയോസിനോടും പറയുന്നുണ്ട്, നിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ജ്വലിച്ചു പ്രകാശിപ്പിക്കുമ്പോൾ ഒരു ഇന്ധനം വേണ്ടേ? ജ്വലിച്ചു പ്രകാശിക്കാൻ എണ്ണ വേണ്ടേ? എണ്ണ എന്തായിരുന്നു എന്നറിയാമോ? ഞാനോ കുറയണം, നീയോ. എൻ്റെ ജഡത്തിൻ്റെ അംശങ്ങൾ ഇട്ട് കത്തിക്കുകയാണ് യാഗപീഠത്തിൽ. എൻ്റെ ഈഗോ, എൻ്റെ ജഡത്തിൻ്റെ ഉയർച്ചകൾ, ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ കത്തിക്കുകയാണ്. ഞാൻ ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു എന്ന് പൗലോസ് പറയുകയുണ്ടായി. ഞാൻ കുറയുമ്പോൾ, ഞാൻ കത്തിത്തീരുമ്പോൾ എന്നിൽ അവൻ വളരുന്നു. അപ്പോ അതിന്റെ ഇന്ധനം, ഈ കത്തുന്നത്, ഇത്ര പ്രകാശിക്കുന്നത് സ്വയം ഇല്ലാതാകുമ്പോഴാണ്. യോഹന്നാൻ അങ്ങനെയുള്ള പരീശ പടക്കൂട്ടങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാർ 1:8 കൂടെ വായിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 2 രാജാക്കന്മാർ 1:8. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബ്യനായ ഏലിയാവ് തന്നെ എന്നവൻ പറഞ്ഞു. ആഹാബ് മരിച്ച ശേഷം ശമര്യ രാജാവ് അഹസ്യാവ് മാളികയുടെ കിളിവാതിലിൽ നിന്ന് താഴെ വീണു, കട്ടിലെ കിടപ്പായി. ബോധത്തിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല, ശരീരം തളർന്നു. അപ്പോ ഇദ്ദേഹം ഭൃത്യന്മാരെ വിളിച്ചിട്ട് എക്രോനിലെ ദേവനായ ബാൽസബൂബിനോട് ചെന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു. എന്തെന്നാ? ഞാൻ എത്ര നാൾ ഇവിടെ കിടക്കും, എനിക്കിത് സൗഖ്യം വരുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ. അഹസ്യാവ് ചെയ്ത പണിയാണ്. ജ്യോത്സ്യന്മാരെ കാണാൻ പോവുക, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഈ പ്രശ്നം പറയുന്ന, ഈ ദേവന്റെ മുന്നിൽ പ്രശ്നം പറയുന്ന ആളുകളുടെ അടുത്ത് പോയി
ചോദിക്കാൻ. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അടുക്ക പോവാന്നർത്ഥം. പോകുന്ന വഴി മുഴുവനായില്ല, അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് യഹോവ ഏലിയാവിനോട് പറഞ്ഞു, കുറച്ച് പേരിങ്ങോട്ട് വരുന്നുണ്ട്, അഹസ്യാവ് പറഞ്ഞു വിട്ടതാണ്, അവരോട് വിശേഷമൊക്കെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്ന് ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഏലിയാവ് പറഞ്ഞേ, ദൈവം പറഞ്ഞത് ഏലിയാവ് പറഞ്ഞു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ എക്രോനിൽ പോയി ബാൽസെബൂബിനോട് ചോദിക്കുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ തിരിച്ചു പോയിട്ട് അഹസ്യാവിനോട് ചോദിക്കാൻ പറഞ്ഞു. അഹസ്യാവിന് ഇത് ആരാ പറഞ്ഞു വിട്ടേന്ന് അറിയില്ല. ഭൃത്യന്മാർ ചെന്ന് ഇത് പറഞ്ഞു. ഭൃത്യന്മാർ ചെന്ന് പറഞ്ഞപ്പോൾ അഹസ്യാവ്, നീ ഈ കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നീ മരിച്ചു പോകുന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞ ആള്, ആ വാക്ക് അഹസ്യാവിനെ വല്ലാതെ ബാധിച്ചു. അധികമൊന്നും പറഞ്ഞിട്ടില്ല, കട്ടിലിൽ നിന്ന് ഇറങ്ങില്ല എന്നാ പറഞ്ഞു, തീർന്നില്ലേ? അപ്പൊ അഹസ്യാവ് ചോദിച്ചു, അവൻ്റെ വേഷം എന്താണ്? ഈ വാക്ക് പറഞ്ഞവൻ്റെ വേഷം എന്താണ്? അതാണ് നമ്മൾ വായിച്ചത്. പറഞ്ഞയാളുടെ വേഷം എന്ത് എന്ന് ചോദിച്ചു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൾവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. മറുപടിയാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അവൻ തിശ്ബ്യനായ ഏലിയാവ് തന്നെ, വേറൊരാളത് പറയില്ല. വാക്കിന്റെ ശക്തി കണ്ടോ? വാക്കും വേഷവും നന്നായി വെളിപ്പെടുത്തുന്നുണ്ട് ഏലിയാവിനെ. നമ്മുടെ വേഷം നമ്മളെ വെളിപ്പെടുത്തണ്ടേ? നമ്മുടെ വാക്കുകൾ നമ്മെ വെളിപ്പെടുത്തണ്ടേ? ഈ 19-ാം സങ്കീർത്തനത്തിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. അത് വായിച്ച് അവസാനിപ്പിക്കാം. 19-ാം സങ്കീർത്തനം. അവസാന വാക്യം ഒന്ന് വായിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. തൻ്റെ തെറ്റുകളെ തിരുത്തുന്നവൻ ആർ എന്ന് പറഞ്ഞിട്ട് അടിയിൽ പറയുന്ന കാര്യമാണ്. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക്. വാക്കുകളിൽ വരുന്ന തെറ്റ്, ഈ തെറ്റ് എല്ലാവർക്കും പറ്റുന്നുണ്ട്, നന്നായി പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ, വിഷമിപ്പിക്കുന്ന വാക്കുകൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ, വാക്ക് പെരുകിയ ലംഘനം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെ തെറ്റിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് തിമോഥെയോസിന്റെ ലേഖനത്തിൽ അവിടെ വായിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ തന്നെ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സമയത്തിലും അസമയത്തിലും വചനം പറയണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. വാക്കുകൾ, എൻ്റെ ധ്യാനം, എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? പരിശോധിച്ചാൽ ഒരുപാടുണ്ട്, പരിശോധിക്കുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് തെറ്റിപ്പോകാതിരിപ്പാൻ, ലക്ഷ്യമുള്ളവരായിരിക്കാൻ, ഏറ് പിഴയ്ക്കാത്ത ഉന്നം പിടിച്ച ആത്മീക ജീവിതം നയിക്കുന്നവരായിട്ടിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ബാക്കി ക്ലാസ്സുകൾ നാളെ എടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.